ഈ ഓണക്കാലത്ത് കേരളത്തിന്റെ സൂപ്പർ ഹീറോസ് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ദേ ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒറ്റ ഇടിക്കല്ലേ കേരളത്തിലെ മാലിന്യ ഫാക്ടറിയുടെ മൂക്കിന്റെ പാലത്തിന്റെ പില്ലർ ഇളക്കിക്കളഞ്ഞത്. ആ പില്ലറിൽ ഇളക്കം തട്ടിയത് കൊണ്ട് അത് ശരിയാക്കാൻ വണ്ടിയും പിടിച്ച് മറുത ഇസ്രയേലിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. ഇസ്രയേലിൽ എന്നെ ഒരാൾ ക്ഷണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയല്ല, മൂക്കിന്റെ പാലത്തിന്റെ പില്ലർ ഇളവിപ്പോയതിനാൽ മൂക്ക് കൊണ്ടിപ്പോ ഒരു ഗുണവും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. മണം പോലും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. എന്തിനു മറുതയ്ക്ക് മണം? എന്തായാലും ആ മണം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇസ്രയേലിൽ പോയുള്ള ഏതോ ഒരു വിദഗ്ധ ചികിത്സ നടത്തിയാൽ ഇതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന് ഏതോ ക്രിസംഗി ഉപദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറുതയെ ഫുൾ ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റി അങ്ങ് ഇസ്രയേലിൽ എത്തിച്ചിരിക്കുന്നു എന്ന വാർത്ത വരികയാണ്. ഇനി 4-5 ദിവസം ഇസ്രയേലിൽ കിടന്ന് മൂക്കിന്റെ പാലവുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ്. ആ ഇടിക്ക് ശേഷം ഇതുവരെ മൂക്ക് അവിടെ ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയെന്നാണ് മറുത പറയുന്നത്. എന്തായാലും വല്ലാത്ത തരം ഇടിയായിപ്പോയി. തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിൽ പങ്കെടുത്ത് വരുമ്പോഴാണ് മറുതയുടെ മൂക്കിന്റെ പാലത്തിന്റെ പില്ലർ തെറിച്ചത്. സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഒരുവിധം ആ പാലത്തിന്റെ പില്ലർ ഒന്ന് പിടിച്ചു നിർത്തിയതാണ്. പക്ഷേ ഇവിടത്തെ ചികിത്സ പറ്റില്ല. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ എടുത്തിട്ട് ട്രോളും. അതുകൊണ്ട് ഇസ്രയേലിലേക്ക് ഒരു യാത്ര എന്നുള്ള നിലയ്ക്ക് ഒരൊറ്റ മുങ്ങലായിരുന്നു. ഓണക്കാലത്ത് ഇടികൊണ്ട് പിരുന്നത് ഇനി ഇവിടെ എവിടെയെങ്കിലും ആയുർവേദ ചികിത്സയ്ക്കോ വല്ലോ പോയി കഴിഞ്ഞാൽ അവിടെ എണ്ണത്തോണിയിലിട്ട് യവന്മാർ ചാമ്പിയാലോ എന്ന് ഭയന്നാണ് ഇസ്രയേലിലെ എണ്ണത്തോണിയിൽ കിടക്കാൻ മറുത പോയി എന്നുള്ള വിവരങ്ങൾ വരുന്നത്. അവിടെ മാധ്യമ പ്രതിനിധികൾക്കൊപ്പം പോയി എന്നാണ് മഞ്ഞയുടെ അവകാശവാദം. മഞ്ഞയുടെ നെഞ്ചാമൂടിയിൽ കിട്ടിയിരിക്കുന്ന ഇടി വെച്ചിട്ട് TB വന്ന് കണ്ണടയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേടിച്ച് ഭയന്ന് അതിനുള്ള വിദഗ്ധ ചികിത്സയാണ്. നെഞ്ചിനേറ്റ അല്ലെങ്കിൽ ശ്വാസകോശത്തിനേറ്റ ഇടി, ആ ക്ഷതം മാറ്റാൻ വേണ്ടി ഇസ്രയേലിൽ എന്തോ ചികിത്സയുണ്ട്, അവിടെ വൈദ്യനുണ്ട്, അവർ എണ്ണത്തോണി കിടത്തി ശരിയാക്കി കൊടുക്കും എന്ന് അറിയിച്ചപ്പോ അപ്പൊ തന്നെ വിസ എടുത്ത് പോയി എന്നാണ് വിവരം പുറത്തു വരുന്നത്. എന്തായാലും ഒരു വ്യക്തിയുടെ ഓണം പോയ പോക്ക് നോക്കണേ. ഇവിടെ കിടന്ന് എന്തെല്ലാം മെഴുകൾ നടത്തേണ്ടതാണ്. ഇപ്പോ ജെറുസലേമിലെ എണ്ണത്തോണിയിലാണ് മറുത കിടക്കുന്നു എന്നുള്ള വിവരം വരുന്നത്. എന്തായാലും ഒറ്റ ഇടിക്ക് മസാല ഫാക്ടറി ഉടമ മറുതയെ അങ്ങ് ജെറുസലേമിൽ എത്തിച്ച ഈ രണ്ട് പുലിക്കുട്ടികളെ കേരളം നിയമപരമായി അംഗീകരിക്കുന്നില്ലെങ്കിലും ഹൃദയം കൊണ്ട് അവരെ അഭിനന്ദിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ വരികയാണ്. പലയിടങ്ങളിലും ഇവരുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ച് എന്റെ കഴുത്തിൽ ഇറുക്കി പിടിച്ച് എന്നെ വധിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന നിലയ്ക്ക് കോടതിയിൽ ചെന്നുടനെ കോടതി ആദ്യം പറഞ്ഞത്, വെറുതെ നീ വീട്ടിൽ പോ, നിന്നെ കണ്ണിന്റെ മുമ്പ് കണ്ടുപോകരുതെന്നാണ് ആദ്യം കോടതി വാദിയോട് പറഞ്ഞത്. അതിനുശേഷം പ്രതികൾക്ക് ജാമ്യം കൊടുത്ത് വീട്ടിൽ പൊയ്ക്കൊള്ളാൻ കോടതി പറഞ്ഞു. അതോടെ ഒരു കാര്യം ഉറപ്പായി, കൊല്ലാൻ ശ്രമിച്ചതിന് സ്പോട്ടിൽ തന്നെ ജാമ്യം കിട്ടിയിട്ടുള്ള കേരളത്തിലെ ആദ്യ വ്യക്തിത്വങ്ങളാണ്. മറുത എഴുതി പിടിപ്പിച്ച നിറം പിടിച്ച കഥകളൊന്നും വർക്കൗട്ട് ആയില്ല. പക്ഷേ അവർ തിരിച്ചു കൊടുത്ത ഓപ്പറേഷൻ മൂക്കിന്റെ പാലവും ഓപ്പറേഷൻ നെഞ്ചാമൂടിയും അത് രണ്ടും വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് വരും കാലങ്ങളിൽ മറുത വെച്ച് അനത്തുമെന്ന് ഉറപ്പായപ്പോഴാണ് അതിന് പരിഹാരം തേടി ഇസ്രയേലിലേക്ക് പോയിരിക്കുന്നത്.